അപ്പം അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവേർട്ടബിലിറ്റി ഓഫ് എ ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. അതായത് ഒരു ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ ഇൻവേർട്ടബിലിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B എന്ന് പറഞ്ഞാൽ അത് ഇൻവേർട്ടിബിൾ ആണെന്നും അത് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 ആണെന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളതൊരു തിയറായിട്ടാണ് പറഞ്ഞത്. ഇഫ് P ഈസ് എ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം എ ബേസിസ് B1 ടു എ ബേസിസ് B, P എന്നത് ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ഫ്രം ബേസിസ് B1 ടു ബിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആണെങ്കിൽ ദെൻ P ഈസ് ഇൻവേർട്ടിബിൾ. P എന്താണ്? ഇൻവേർട്ടിബിൾ ആയിരിക്കും. ആൻഡ് ഇൻവേഴ്സ് ഈസ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1. അതിൻ്റെ ഇൻവേഴ്സ് ബിയിൽ നിന്ന് B1ലേക്കുള്ളൊരു ട്രാൻസിഷൻ മെട്രിക്സ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് തിയറം. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? അതായത് നമ്മളെങ്ങനെയാണ് എന്തിനെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചേഞ്ച് ചെയ്യണത്? അതായത് ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ എന്തുകൊണ്ട് ഇൻഡു ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രാൻസിഷൻ മെട്രിക്സിനെ കോർഡിനേറ്റ് വെക്ടറിനെ കൊണ്ട് ഇൻഡു ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ. അതായത് നമ്മൾ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയായിരുന്നു പഠിച്ചത്. ഏത്? കോർഡിനേറ്റ് വെക്ടർ ഓഫ് ബി അല്ലേ. അതായത് ന്യൂ ബേസിസ്, കോർഡിനേറ്റ് വെക്ടർ ഓഫ് ന്യൂ ബേസിസ് ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞ ട്രാൻസിഷൻ വെക്ടറാണ്, ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ ഓഫ് B1, കോർഡിനേറ്റ് വെക്ടർ ഓഫ് B1. അതായത് B1 എന്ന് പറഞ്ഞാൽ ന്യൂ ബേസിസ് ആണ്, ഓൾഡ് ബേസിസ് ആണ്. അതായത് കോർഡിനേറ്റ് വെക്ടർ ഓഫ് ന്യൂ ബേസിസ് ഈസ് ഈക്വൽ ടു ട്രാൻസിഷൻ മെട്രിക്സ് ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ ഓഫ് ഓൾഡ് ബേസിസ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നോക്കുക, നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം B1 to B എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B ആണ്. B to B1 എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 ആണ്. ആ രണ്ടും ഇൻറ്റു ചെയ്യുന്നു എന്തായിട്ട് കോർഡിനേറ്റ് വെക്ടർ വിത്ത് ബേസിസ് B, കോർഡിനേറ്റ് വെക്ടർ ഓഫ് വിത്ത് റിലേറ്റീവ് ടു B അല്ലേ. കോർഡിനേറ്റ് വെക്ടർ വിത്ത് റിലേറ്റീവ് ടു B എന്നിട്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മൂന്നെണ്ണത്തിന് ഇൻറ്റു ചെയ്യുന്നതിന് ഫസ്റ്റത്തത് ഇൻറ്റു ബാക്കി രണ്ടെണ്ണത്തിന് ഒരുമിച്ചാക്കി. അതായത് U ഇൻറ്റു V ഇൻറ്റു W തന്നെ U ഇൻറ്റു VW എന്നുള്ള രീതിയിൽ മാറ്റി എഴുതി. മൂന്നും എന്ത് തന്നെയാണ്? മെട്രിക്സുകൾ തന്നെയാണ്. ഫസ്റ്റത്തെ രണ്ടെണ്ണം മെട്രിക്സ്, മൂന്നാമത്തത് ഒരു കോളം മെട്രിക്സും ആണ്. മൂന്ന് മെട്രിക്സുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എഴുതാം അല്ലേ. നമുക്കറിയാം അസോസിയേറ്റിവിറ്റി അത് എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 ഇൻറ്റു ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ ഓഫ് V റിലേറ്റീവ് ടു S എന്ന് ചെയ്താൽ, അതായത് ഈ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? റിലേറ്റീവ് കോർഡിനേറ്റ് വെക്ടർ വിച്ച് ഈസ് റിലേറ്റീവ് ടു ഏത്? B1 ആയിട്ട് മാറും. കോർഡിനേറ്റ് വെക്ടർ വിച്ച് ഈസ് റിലേറ്റീവ് ടു B1 ആയിട്ട് മാറും. അപ്പോൾ നോക്കിയേ, താഴേക്ക് വരുമ്പോൾ എന്തായി മാറി? ട്രാൻസിഷൻ വെക്ടർ ഫ്രം B1 to B ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു B1 ആയി. അല്ലേ. അങ്ങനെയാണ് നോക്കിയേ. വീണ്ടും നമ്മൾ നേരത്തെ കണ്ട തിയറം തന്നെ അപ്ലൈ ചെയ്യുന്നു. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ വിത്ത് ബേസിസ് B1 എന്ന് പറയുമ്പോൾ അതെന്തായിട്ട് മാറി? കോർഡിനേറ്റ് വെക്ടർ വിത്ത് ബേസിസ് എന്തായി മാറി? B ആയിട്ട് മാറി അല്ലേ. നമ്മൾ കണ്ട സംഗതി ഇക്വേഷൻ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ എഴുതി വെച്ച കാര്യമാണ്. എന്താ എഴുതിയത്? ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ
ഈസ് ഈക്വൽ ടു പി ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ B1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ B1 ആകുമ്പോൾ അവിടെ എന്താവും, B ആവും എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിലേഷനാണ് ഇവിടെ എന്ത് ചെയ്തത്, അപ്ലൈ ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ എന്താ നമ്മുടെ ആൻസർ കിട്ടിയത് നോക്കിക്കേ. നമ്മൾ ഇവിടെ ചെയ്തത് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B ഇൻറ്റു ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ വിത്ത് ബേസിസ് V ചെയ്യുമ്പം നമുക്ക് കിട്ടിയത് ആൻസർ എന്തുതന്നെയാണ് കോർഡിനേറ്റ് വെക്ടർ വിത്ത് ബേസിസ് V തന്നെയാണ്. അതായത് ആ ട്രാൻസിഷൻ വെക്ടർ ഫ്രം B1 to B ഇൻറ്റു ട്രാൻസിഷൻ വെക്ടർ ഫ്രം B to B1 ചെയ്തിട്ട് അവിടെ എന്ത് തന്നിട്ടില്ല, അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തിട്ട് ഒരു ചേഞ്ചും അവിടെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ട്രാൻസിഷൻ വെക്ടർ ഫ്രം ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B എന്ന് വേണമെങ്കിൽ പറയാം. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നോക്കിയേ. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B എന്ന് പറഞ്ഞാൽ B1 ബേസിസ് B1 നിന്ന് ബിയിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ട്രാൻസിഷൻ അവിടെ നടന്നു. പിന്നെ അതിന് ഇതിനോട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, വീണ്ടും എന്ത് സംഭവിക്കണത്, തിരിച്ച് ബിയിൽ നിന്ന് വീണ്ടും B1ലേക്ക് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അപ്പോൾ പഴയ എന്തുതന്നെയാണ് കിട്ടിയത്, ട്രാൻസിഷൻ മെട്രിക്സ് തന്നെയല്ലേ വന്നേ. അതായത് അവിടെ ഒരു ചേഞ്ചും എന്ത് ചെയ്തിട്ടില്ല, ആക്ച്വലി വന്നിട്ടില്ല. അതായത് ഒരു ചേഞ്ചും അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താ സംഭവിച്ചത്, ആ രണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതായത് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ നോക്കിയേ, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B ഇൻറ്റു ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ, AB = I ആയാൽ A ഇൻവേഴ്സ് = B ആവും, B ഇൻവേഴ്സ് = A ആവും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എന്താണ് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to Bൻ്റെ ഇൻവേഴ്സ് ആണ് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 എന്ന് പറയാം. അപ്പം ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഈ ഒരു തിയറം വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു തിയറാണ്. ഇതിൽ പ്രോബ്ലം ചെയ്യലും ഈ ഒരു ഐഡിയ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രോബ്ലംസും ചെയ്യുക. പിന്നെ അതിൽ നോക്ക്, ഇതിൽ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നുണ്ട്, റിമാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. B1 B2 B3 ആർ ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ് V. വിയുടെ 3 ബേസസ് ആണ് B1 B2 B3 എങ്കിൽ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B2 to B3 ഇൻറ്റു ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B2 എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം V1 to B3. അതായത് തൊട്ട് പോലത്തെ സാധനം പറഞ്ഞ പോലെ തന്നെയാണ് ഇത് വരുന്നത്. എന്താ, B2 to B3, B2ൽ നിന്ന് B3യിലേക്ക്, പിന്നെയോ B1ൽ നിന്ന് B2യിലേക്ക് അല്ലേ. അതായത് നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ B1ൽ നിന്ന് B2യിലേക്ക് ട്രാൻസിഷൻ നടത്തുന്നു, B2ൽ നിന്ന് B3യിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസിഷൻ നടത്തുന്നു. അവിടെ ആക്ച്വലായിട്ട് അപ്പോൾ എന്താ സംഭവിച്ചത്, B1ൽ നിന്ന് B3യിലേക്കാണ് എന്ത് ചെയ്തത്, ട്രാൻസിഷൻ നടന്നിട്ടുള്ളത്. നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എങ്ങനെയായിരുന്നു, Bയിൽ നിന്ന് B1ലേക്ക് അല്ലേ, B1ൽ നിന്ന് തിരിച്ച് Bയിലേക്ക്, Bയിൽ നിന്ന് B1ലേക്ക്, B1ൽ നിന്ന് തിരിച്ച് Bയിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, B to B ആണെന്നല്ലേ. അതുപോലെ തന്നെ എന്താണ്, B1ൽ നിന്ന് B2യിലേക്ക്, B2ൽ നിന്ന് B3യിലേക്ക്. അപ്പം ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 to B3 എന്ന് വന്നു. ഓക്കെ, ഈ മുകളിൽ വന്നതുപോലെ തന്നെയാണ് ഈ താഴെ എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ട്രാൻസിഷൻ മെട്രിക്സ് ഫോർ Rn അല്ലേ, ട്രാൻസിഷൻ മെട്രിക്സ് ഫോർ Rn, അതായത് n ടപ്പിളുകളുടെ ഓർഡേർഡ് പെയർ അല്ല n പെയറുകളായിട്ടുള്ള എന്ത് Rnകളുടെ എന്ത് ട്രാൻസിഷൻ മെട്രിക്സസ് കാണാനുള്ള ഒരു ഷോർട്ട് കട്ടിനെ കുറിച്ചാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ Rnകളുടെ ട്രാൻസിഷൻ മെട്രിക്സസ് നേരത്തെ ഒരു എക്സാമ്പിളിൽ നമ്മൾ ചെയ്തു, പക്ഷേ അത് കുറച്ച് ലെങ്തി ആയിട്ടായിരുന്നു നമ്മൾ ചെയ്തത്. അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B to B1, Bയിൽ നിന്ന് B1ലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കാണാനുള്ള എന്താണ് പ്രൊസീജിയറാണ്. വളരെ എളുപ്പമാണ്.
ബി ടു ബി വൺ ആണ് കേട്ടോ. ബി ടു ബി വൺ എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എന്ന് പറഞ്ഞാൽ ഓൾഡ് ബേസിസും ബി വൺ എന്ന് പറഞ്ഞാൽ ന്യൂ ബേസിസും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക എന്താ വെച്ചാൽ എന്താണ്, ഫോം ദ മെട്രിക്സ് ബി വൺ ടു ബി. ബി വൺ ടു ബി എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. ബി വൺ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മെട്രിക്സ് ഫോം ചെയ്യുക. ബി വൺ എന്ന് പറഞ്ഞാൽ അവിടെ ആരേ ഉണ്ടാവുള്ളൂ, ബി വൺ എന്ന് പറഞ്ഞാൽ ന്യൂ ബേസിസ്, ബി എന്ന് പറഞ്ഞാൽ ഓൾഡ് ബേസിസ്. എന്നിട്ട് ആ കണ്ടുപിടിച്ച മെട്രിക്സിൽ എന്ത് എലമെൻ്ററി റോ ഓപ്പറേഷൻ ചെയ്തിട്ട് റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോമിലേക്ക് മാറ്റുക. എലമെൻ്ററി റോ ഓപ്പറേഷൻ ചെയ്തിട്ട് റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റുക. റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോമിലേക്ക് ആക്കി മാറ്റിയാൽ ദ റിസൾട്ടിങ് മെട്രിക്സ് വിൽ ബി, റിസൾട്ടിങ് മെട്രിക്സ് എങ്ങനെയായിരിക്കും, ഐ ഉണ്ടാവും. പിന്നെ ഐ എന്ന് പറഞ്ഞാൽ എന്താ, ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സിന് ശേഷമുള്ളത് എന്തായിരിക്കും, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി വൺ ആയിക്കോളും. അത് എക്സാക്ട്ലി അത് തന്നെ ആയിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ആ റൈറ്റ് സൈഡിലുള്ളത് മാത്രം, ഐയുടെ റൈറ്റ് സൈഡിലുള്ളത് മാത്രം എടുത്ത് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മാത്രം മതി. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, മെട്രിക്സ് ആക്കി എഴുതുന്നു. ന്യൂ ബേസിസും ഓൾഡ് ബേസിസും, ന്യൂ ബേസിസ് ഓൾഡ് ബേസിസ് രണ്ട് വെക്ടേഴ്സ് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, എന്താക്കി മാറ്റുന്നു, നമ്മൾ ഒരു മെട്രിക്സ് ആയിട്ട് മാറ്റുന്നു. അവിടെ റോ റെഡ്യൂസ്ഡ് ഇക്വലോൺ ഫോം റോ ഓപ്പറേഷൻസ് നടത്തുന്നു. അപ്പോൾ അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി മാറുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് എന്തായിട്ടുണ്ടാവും, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ഓൾഡ് ടു ന്യൂ ബേസിസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓൾറെഡി അത് അങ്ങനെ തന്നെ എന്തായിട്ടുണ്ടാവും, മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ അതിലുള്ളൊരു എക്സാമ്പിളിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ആ ചെയ്യണതിൻ്റെ മുന്നേ ചെറിയൊരു തിയറം ഉണ്ട്. തിയറം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ. ഇത്രയേ ഉള്ളൂ. ലെറ്റ് ബി എന്ന് പറയുന്ന ബേസിസ് വി വൺ വി ടു വി ത്രീ എക്സെട്ര വി എൻ ബി എനി ബേസിസ് ഫോർ ദ വെക്ടർ സ്പേസ് ആർ എൻ ആൻഡ് ലെറ്റ് എസ് എന്ന് പറഞ്ഞാൽ ഇ വൺ ഇ ടു ഇ ത്രീ എക്സെട്ര ഇ എൻ ബി ദ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ ആർ എൻ. അപ്പം ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ എൻ്റെ ഒരു ബേസിസ് ആണ്. എസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് ആർ എൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ വെക്ടേഴ്സ് ഇൻ ദീസ് ബേസിസ് ആർ റിട്ടൺ ഇൻ കോളം ഫോം, ഈ വെക്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോളം ഫോമിൽ എഴുതുകയാണെങ്കിൽ, അതായത് വി വൺ വി ടു വി ത്രീ എക്സെട്ര വി എന്നിനെ നമ്മൾ കോളം ഫോമിൽ എഴുതുകയാണെങ്കിൽ അത് ഓൾറെഡി എന്തായിക്കോളും, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു എസ് ആയിട്ട് മാറിക്കോളും. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു എസ് ആയിട്ട് മാറിക്കോളും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഫോളോസ് ഫ്രം ദിസ് തിയറം ദാറ്റ് ഇഫ് എ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, വി വൺ വി ടു വി ത്രീ, അതായത് ആ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു മെട്രിക്സ് ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ, വെക്ടേഴ്സിനെ നമ്മൾ ഒരു മെട്രിക്സ് ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് n ബൈ n മെട്രിക്സ് എന്തായിക്കോളും, അത് ഇൻവേർട്ടിബിൾ ആയിക്കോളും. n ബൈ n മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ദെൻ എ ക്യാൻ ബി വ്യൂഡ് ആസ് എ ട്രാൻസിഷൻ മെട്രിക്സ്. ആ എ എന്തായിരിക്കും, ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആയിരിക്കും. എ ഓൾറെഡി എന്തായിരിക്കും, ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഇത് ഒരു 3/3 മെട്രിക്സ് ആണ് അല്ലേ. എ എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് ആണ്. ചെയ്ത് നോക്കിയാൽ അത് എന്തായിക്കോളും, അത് ഇൻവേർട്ടിബിൾ ആവും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ 3/3 മെട്രിക്സ് ആണ്, അത് ചെയ്ത് നോക്കിയാൽ അത് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആക്കി മാറ്റാൻ പറ്റും. ഫ്രം ദ ബേസിസ് 1 to 1 2 5 0 3 3 8 എന്ന് പറയുന്ന, അതായത് 1 to 1 2 5 0 3 3 8 നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വി വൺ വി ടു വി ത്രീനെ നമ്മൾ ചേർത്തിട്ട് എന്താക്കി മാറ്റുക ചെയ്യുക, ഒരു വെക്ടർ ആക്കിയിട്ട് ഒരു മെട്രിക്സ് ആക്കി എഴുതല്ലേ ചെയ്യുക. അങ്ങനെ മെട്രിക്സ് ആക്കി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ 1 to 1 2 5 0 3 3 8 എന്ന് പറയുന്ന അതിൽ നിന്ന് എങ്ങോട്ടുള്ള ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആവും 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്നതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ മെട്രിക്സ് ആയിക്കോളും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ജസ്റ്റ് അതിൽ ആ തിയറം മാത്രമേ ഉള്ളൂ. അതായത് ആ തിയറം പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓൾറെഡി എന്തായിട്ടുള്ള
ഓൾറെഡി റോ റെഡ്യൂസ്ഡ് ഇക്വലൻ ഫോമിലാണെങ്കിൽ ഓൾറെഡി റോ റെഡ്യൂസ്ഡ് ഇക്വലൻ ഫോമിലാണെങ്കിൽ റോ ഓപ്പറേഷൻസ് ഇല്ലാണ്ട് തന്നെ നമുക്കത് എഴുതാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു പ്രോബ്ലമാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ നോക്കാം. പ്രോബ്ലം ലെറ്റ് B1 എന്ന് പറയുന്ന ബേസ് തന്നിട്ടുണ്ട്, U1 U2. B2 എന്ന് പറയുന്ന ബേസ് തന്നിട്ടുണ്ട്, V1 V2. ബി ദ ബേസിസ് ഫോർ R2 ഇൻ വിച്ച് U1 തന്നിട്ടുണ്ട്, U2 തന്നിട്ടുണ്ട്, V1 തന്നിട്ടുണ്ട്, V2 തന്നിട്ടുണ്ട്. നേരത്തെ തന്നിട്ടുള്ള പ്രോബ്ലം പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. യൂസിങ് ദ മെത്തേഡ് ഓഫ് റോ ഓപ്പറേഷൻസ് ഫൈൻഡ് ദ ട്രാൻസിഷൻ മാട്രിക്സ് ഫ്രം B2 to B1. റോ ഓപ്പറേഷനിലൂടെ B2-ൽ നിന്ന് B1-ലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കാണാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ റോ ഓപ്പറേഷനിലൂടെ B1 നിന്ന് B2-ലേക്കുള്ള ട്രാൻസിഷൻ മെട്രിക്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് എന്താണ്, ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B2 to B1-ഉം B1 to B2-ഉം ഇൻവേഴ്സുകളാണ്, ഈച്ച് അതർ ഇൻവേഴ്സ് ആണ് എന്ന് കാണാൻ പറഞ്ഞു. അതായത് രണ്ട് ഇൻറ്റു ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുമെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. പിന്നെ W എന്ന് പറയുന്നൊരു വെക്ടർ, അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്ന വെക്ടർ കോർഡിനേറ്റ് വെക്ടർ W റിലേറ്റീവ് ടു B1, കോർഡിനേറ്റ് വെക്ടർ W റിലേറ്റീവ് ടു B1 കാണാം. പിന്നെ ട്രാൻസിഷൻ മെട്രിക്സ് ഉപയോഗിച്ചിട്ട് കോർഡിനേറ്റ് വെക്ടർ W റിലേറ്റഡ് ടു B2 കാണാം. അതായത് B1-ഉം ആ ട്രാൻസിഷൻ മെട്രിക്സും ഉപയോഗിച്ചിട്ട് കോർഡിനേറ്റ് വെക്ടർ W റിലേറ്റഡ് ടു B2 കാണാം. അതുപോലെ W എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ 2 5 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് വെക്ടർ W റിലേറ്റഡ് ടു B2 കാണാം. പിന്നെ ട്രാൻസിഷൻ മെട്രിക്സും കൂടി യൂസ് ചെയ്തിട്ട് കോർഡിനേറ്റ് വെക്ടർ W റിലേറ്റഡ് ടു B1 എന്ത് ചെയ്യുക, കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ട്രാൻസിഷൻ മെട്രിക്സുകൾ കാണാൻ വേണ്ടി എന്ത് ചെയ്യാണ്, പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം B2 ഈ ഫസ്റ്റ് കേസിൽ എന്താ കാണാൻ പറഞ്ഞത്, നമ്മളോട് കാണാൻ പറഞ്ഞത് ഫൈൻ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B2 to B1 ആണ് അല്ലേ. ഓക്കെ, B2 to B1 ആണ് കാണുന്നത്. B2-ൽ നിന്ന് B1 കാണാമെന്ന് പറയുമ്പോൾ B2 ആണെന്ത്, ഓൾഡ് ബേസിസ്, B1 ആണെന്ത്, ന്യൂ ബേസിസ്. അപ്പോൾ ഓൾഡ് ബേസിസും ന്യൂ ബേസിസും കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മെട്രിക്സ് എഴുതുന്നു. ഓൾഡ് ബേസിസ് എന്ന് പറയുമ്പം ഓൾഡ് ബേസിസ് എന്താ, ന്യൂ ബേസിസ് ആദ്യം എഴുതുക. ന്യൂ ബേസിസ് B1 എന്താ വരുന്നത്, B1 വരുന്നത് U1 U2 അല്ലേ, U1 U2 എന്ന് പറഞ്ഞാൽ 1 2, അപ്പോൾ 1 2 U1. U2 എന്ന് പറയുമ്പോൾ 2 3, 2 3 എഴുതി കണ്ടോ. ഇനി പുതിയ ബേസിസ് ഓൾഡ് ബേസിസ്, ഫസ്റ്റ് പുതിയ ബേസിസ് എഴുതി, ഇനി ഓൾഡ് ബേസിസ് എന്ന് പറയുന്നത് ഇവിടെ B2 ആണ്. B2 പറഞ്ഞാൽ V1 V2 ആണ്, V1 13 ആണ്, V2 14 ആണ്. അപ്പോൾ അത് എഴുതി. അപ്പോൾ അത് ചേർത്ത് നമ്മൾ ഒരു മെട്രിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്തു, മാറ്റി അല്ലേ, ഒരു മെട്രിക്സ് ആക്കിയിട്ട് മാറ്റി. ഇനി നമ്മൾ ഈ സൈഡിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ റോ റെഡ്യൂസ്ഡ് ഇക്വലൻ ഫോം ആക്കി മാറ്റുന്നു. റോ റെഡ്യൂസ്ഡ് ഇക്വലൻ ഫോം ആക്കാൻ ആദ്യത്തെ ഫസ്റ്റത്തെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി 1 ആണ്, അതായത് ലീഡിങ് 1 അവിടെ ഉണ്ട്. അതിനി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലീഡിങ് 1 അവിടെ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമ്മൾ 1 ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതെന്താണ് 1 ആണ്. അപ്പോൾ ഇനി അതിൻ്റെ താഴെയുള്ള അതിൻ്റെ താഴെ 2-നെ നമ്മൾ 0 ആക്കണം. 2-നെ 0 ആക്കാൻ നമുക്കറിയാം, 2-നെ 0 ആക്കാൻ ഏത് ഓപ്പറേഷൻ ചെയ്താൽ മതി, R2 gives R2 minus 2R1 എന്നുള്ള ഓപ്പറേഷൻ ചെയ്താൽ മതി. R2 gives R2 minus 2R1 എന്നുള്ള ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ആ ലീഡിങ് 1-ൻ്റെ താഴെയുള്ളത് 0 ആയിട്ട് മാറും. ഓക്കെ, ലീഡിങ് 1-ൻ്റെ താഴെ 0 ആയിട്ട് മാറും. ഇനി അടുത്ത ലീഡിങ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാളുള്ളത്, അപ്പം -1 ആണുള്ളത്. -1-നെ ആദ്യം എന്താക്കണം, 1 ആക്കണം. -1-നെ 1 ആക്കാൻ ആ റോനെ മൊത്തത്തിൽ -1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. -1 കൊണ്ട് ഇത് ഫസ്റ്റത്തെ 0 -1 കൊണ്ട് ഇത് 0 തന്നെയാണ്. -1-നെ -1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1 ആണ്. പിന്നെ 1-നെ -1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ -1 ആണ്. 2-നെ ഇൻറ്റു ചെയ്താൽ -2 ആണ്.
ഓക്കെ. ഇനി റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോം ആക്കാൻ ലീഡിങ് വണ്ണിൻ്റെ മുകളിലുള്ള ഈ 2നെ 0 ആക്കണം. ലീഡിങ് വണ്ണിൻ്റെ മുകളിലുള്ള 2നെ 0 ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? റോ ഓപ്പറേഷൻ ചെയ്താൽ മതി. R1 gives R1 minus 2R2 എഴുതിയാൽ മതി. R1 minus 2R2 ചെയ്യുമ്പം എന്തായി? 1 0 0 1 ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇപ്പുറം 3 5 മൈനസ് 1 മൈനസ് 2 എന്നായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നു. ലെഫ്റ്റ് സൈഡിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ളത് എന്തായിരിക്കും? ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ഓൾഡ് ടു ന്യൂ ആയിരിക്കും. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ഓൾഡ് ടു ന്യൂ എന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ഓൾഡ് ടു ന്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B2 ടു B1 ആയിരിക്കും. അപ്പോൾ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B2 ടു B1 നമുക്ക് കിട്ടി. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B2 ടു B1 നമുക്ക് കിട്ടി. എത്രയാണ്? 3 5 മൈനസ് 1 മൈനസ് 2 എന്ന് കിട്ടി. ഇനി നേരെ തിരിച്ച് എന്താണ്? ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ഇനി B1 ടു B2. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 ടു B2 എന്ന് പറയുമ്പം B1 ആണ് ഓൾഡ് ബേസിസ്, B2 ആണ് ന്യൂ ബേസിസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂ ബേസിസ് ഓൾഡ് ബേസിസ്, ന്യൂ ബേസിസ് ആദ്യം പിന്നെ ഓൾഡ് ബേസിസ്. ന്യൂ ബേസിസ് B2ലുള്ള എലമെൻറ്റുകൾ നോക്കുമ്പോൾ എന്തായിരിക്കും? 1 3 കിട്ടും. അതുപോലെ B1ൻ്റെ 1 4 ഉണ്ടാവും. ഇനി B2ലെ 2 വെക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. V1 V2 എന്ന് പറഞ്ഞ 2 വെക്ടേഴ്സ് ഉണ്ട്. മറ്റേ U1 U2 എന്ന് പറഞ്ഞ 2 വെക്ടേഴ്സ് ഉണ്ട്. ആ 2 വെക്ടേഴ്സ് എഴുതുമ്പോൾ B1ൻ്റെ വെക്ടേഴ്സ് 1 2ഉം 2 3ഉം എന്ന് പറഞ്ഞ് 2 വെക്ടേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡുള്ളതിന് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കണം. ഓൾറെഡി ലീഡിങ് 1 തന്നെയാണ്. അതിന് താഴെയുള്ള 3നെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? R2 gives R2 minus 3R1 ചെയ്താൽ മതി. R2 gives R2 minus 3R1 ചെയ്താൽ ലീഡിങ് 1 വന്നു, അതിൻ്റെ താഴെ 0 വന്നു. അപ്പം ഇനി രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ എലമെൻറ്റ് ഓൾറെഡി 1 തന്നെയാണ്. അതിന് 1 ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റോ റെഡ്യൂസ്ഡ് ഇക്ലോൺ ഫോം ആക്കാം. അതിൻ്റെ മുകളിലുള്ള എന്താക്കണം? 0 ആക്കണം. അതിൻ്റെ മുകളിലുള്ള 0 ആക്കാൻ നമ്മൾ എന്തായത്? R1 gives R1 minus R2 ചെയ്താൽ മതി. അപ്പം നമ്മളിത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി 1 0 0 1 എന്നായി. ഇവിടെ എന്തായി മാറി? 2 5 മൈനസ് 1 മൈനസ് 3 എന്നായിട്ട് മാറും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റി. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് എന്തായിട്ടുണ്ടാവും? ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ഓൾഡ് ടു ന്യൂ ആയിട്ടുണ്ടാവും. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B1 ടു B2. അപ്പോൾ നമുക്ക് കിട്ടി ഏതാണ്? 2 5 മൈനസ് 1 മൈനസ് 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് 2 ട്രാൻസിഷൻ മെട്രിക്സുകൾ കിട്ടി. എന്ത്? B1 ടു B2ഉം B2 ടു B1ഉം നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അത് വെരിഫൈ ചെയ്യാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2 മെട്രിക്സുകൾ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? എയും ബിയും എ ബിയുടെ ഇൻവേഴ്സ് ആണെന്ന് കാണണമെങ്കിൽ, തിരിച്ച് ബി എയുടെ ഇൻവേഴ്സ് ആണെന്ന് കാണണമെങ്കിൽ AB = I, BA = I ചെയ്താൽ മതി. അതുപോലെ ആ 2 എണ്ണം ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം B2 ടു B1ഉം B1 ടു B2 ഇൻറ്റു ചെയ്താലും B1 ടു B2 ടു B2 ടു B1 ഇൻറ്റു ചെയ്താലും ആൻസർ കിട്ടുന്നത് I ആണെന്ന് എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക. അതായത് ഇപ്പോൾ കണ്ടുപിടിച്ച രണ്ട് ട്രാൻസിഷൻ മെട്രിക്സുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യാം. ആദ്യം ഇത് മുകളിലത്തും താഴെയുള്ളതും തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഇതിന് താഴത്തും മുകളിലുള്ളതും തമ്മിൽ ഇൻറ്റു ചെയ്യുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്താൽ രണ്ടും I ആയാൽ അതെന്താണ്? ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആവും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താവും? ഇൻവേഴ്സ് ആയിട്ട് മാറും. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ W എന്ന് പറയുന്നത് ഒരു വെക്ടറാണ് 0 1. ഫൈൻഡ് കോർഡിനേറ്റ് വെക്ടർ ഓഫ് W റിലേറ്റഡ് ടു B1 അല്ലേ? അത് കാണണം. കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു B1 നമ്മൾ കാണണം. അതെങ്ങനെ കാണാമെന്ന് നമ്മൾ നോക്കാം. അത് കാണാൻ വേണ്ടി നമ്മൾ കാണേണ്ടത് കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു B1 ആയതുകൊണ്ട് B1ലെ വെക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. B1ലെ വെക്ടേഴ്സ് ആരൊക്കെയാണ്? B1ലുള്ള വെക്ടേഴ്സ് എന്ന് പറയുന്നത് U1ഉം U2 ആണ്. B1ലുള്ള എലമെൻറ്റ്സ് ആരാണ്? U1ഉം U2 ആണ്. അപ്പം നമുക്ക് Wനെ U1 U2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. Wനെ U1 U2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ എഴുതി. Wനെ U1 U2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Wൻ്റെ വാല്യൂ 0 1 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പോരാത്തതിന് U1ൻ്റെ വാല്യൂ 1 2 ആണെന്നും U2ൻ്റെ വാല്യൂ 2 3 ആണെന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. എ പ്ലസ് 2b = 0, 2a + 3b = 1. ആ രണ്ട് ഇക്വേഷനും കൂടി എന്ത് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്യുന്നു. അതിന് എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കിട്ടും. a = 2 എന്നും b = -1 എന്നും കിട്ടും. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്താണ്, കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റീവ് ടു b1. കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റീവ് ടു b1 നമുക്ക് കിട്ടി. അത് 2 - 1 ആണ്. ഇനി നമുക്ക് കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b2 നമുക്ക് കാണാൻ പറ്റും. എന്ത് യൂസ് ചെയ്താൽ മതി, ട്രാൻസിഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്ത്, കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b2 = കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b2 = ട്രാൻസിഷൻ മെട്രിക്സ് b1 to b2 ഇൻറ്റു കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b1 ചെയ്താൽ നമ്മുടെ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b1 നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം b1 to b2 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. 2, 5, -1, -3 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അതുപോലെ കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b1 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. 2, -1 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -1, 1 എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി, കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b2 കിട്ടി. ഇനി കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b1 നമുക്ക് കാണണം. കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b1 കാണണമെങ്കിൽ കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b1 കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം, കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b2 കാണണം. കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b2 കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, b2യിലുള്ള എലമെൻറ്റുകൾ, അതായത് v1 v2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് w എഴുതുന്നു. b2യിലുള്ള എലമെൻറ്റുകളായിട്ടുള്ള v1 v2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് w എഴുതുന്നു. അങ്ങനെ w = a v1 + b v2 എന്ന് എഴുതുന്നു. w = a v1 + b v2 എന്നുള്ളതിൽ w 25 ആണെന്നും v1 13 ആണെന്നും v2 14 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നു. a + b = 2 എന്നും 3a + 4b = 5 എന്നും കിട്ടുന്നു. അത് പരസ്പരം നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ആ പരസ്പരം ഇക്വേറ്റ് ചെയ്താൽ a = 3 എന്നും b = -1 എന്നും കിട്ടും. അതായത് കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b2 നമുക്ക് കിട്ടുന്നത് 3 - 1 ആയിരിക്കും. കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b2 കിട്ടുന്നത് 3 - 1 ആയിരിക്കും. നമ്മളോട് കാണാൻ പറഞ്ഞത് കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b1 ആണ് അല്ലേ. കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b1 ആണ് കാണേണ്ടത്. അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b1 കാണാൻ ട്രാൻസിഷൻ മെട്രിക്സ് b2 to b1നെ കോർഡിനേറ്റ് വെക്ടർ റിലേറ്റഡ് ടു b2 ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം b2 to b1 നമ്മൾ ഓൾറെഡി 3, 5, -1, -2 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പം നമ്മൾ കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b2 നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ട് 3 - 1. അത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത് 4 - 1 എന്നായിരിക്കും. അതായിരിക്കും കോർഡിനേറ്റ് വെക്ടർ w റിലേറ്റഡ് ടു b1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു, അതിൽ ഈ തിയറം യൂസ് ചെയ്ത് നമ്മൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടല്ല അത് ചെയ്തത് എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി ലെങ്തി ആയിരുന്നു. ഇത് കുറച്ച് ലെങ്ത്ത് കുറവാണ്. അപ്പം ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് എളുപ്പം. പക്ഷേ മെത്തേഡിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ തീർച്ചയായും എടുത്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ.